ഹലോ, വെൽക്കം ബാക്ക് ടു നെസ്ഫ വ്ളോഗ്സ്. അപ്പോൾ എൻ്റെ ബാക്കിൽ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എന്ന് എഴുതിയിരിക്കുന്ന കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. നമ്മുടെ കല്യാൺ സിൽക്സിലാണ് കേട്ടോ ഉള്ളത്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വുമൻസ് ഡേയുടെ അന്ന് മാരത്തോൺ നടത്തുന്നുണ്ടെന്ന്. അപ്പോൾ മാരത്തോണും സൂംബ സെഷനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ വന്നത് ഒരു 5:45 ടൈമിൽ ആയപ്പോഴായിരുന്നു കേട്ടോ, രാവിലെ. ആ ഒരു ടൈമിൽ തന്നെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇത് ഒരു ചെണ്ടമേളത്തോട് കൂടിയിട്ടാണ് കേട്ടോ എല്ലാം സ്റ്റാർട്ട് ആവുന്നത്. ഇഷ്ടംപോലെ കുട്ടികളൊക്കെയാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്നും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇവിടെ നടന്ന പ്രോഗ്രാംസ്, ചെണ്ടമേളം, മാരത്തോൺ ഒക്കെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത്രയും നല്ലൊരു വുമൻസ് ഡേ സെലിബ്രേഷൻ നമ്മുടെ കൊല്ലത്ത് ആദ്യമായിട്ട് സംഘടിപ്പിച്ച കല്യാൺ സിൽക്സ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന് സ്പെഷ്യൽ താങ്ക്സ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച കല്യാൺ സിൽക്സിൻ്റെ മാനേജർ ബിജു സാറിനും അതുപോലെ തന്നെ കല്യാൺ സിൽക്സിലെ സ്റ്റാഫ് അംഗങ്ങൾക്കൊക്കെ ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ്. കാരണം ഇത്രയും മനോഹരമായ ഒരു വുമൻസ് ഡേ സെലിബ്രേഷൻ കൊല്ലത്ത് കൊണ്ടുവന്നതിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാ ഈ ഒരു ചെണ്ടമേളം അങ്ങോട്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ കേട്ടോളൂ നമ്മുടെ ഈ ഒരു ചെണ്ടമേളം. എങ്ങനെയുണ്ടായിരുന്നു ചെണ്ടമേളം? പൊളിയായിരുന്നില്ലേ? ഇതാ എല്ലാവരും ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരം പുലർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ടീഷർട്ട്സ് ഒക്കെ ഇതേ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള. അപ്പം ഫ്രീ ടീഷർട്ട്സൊക്കെ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെയാണ് മാരത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കൊക്കെ കിട്ടുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. ഇതാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത ടീഷർട്ട്സ്. കല്യാൺ സിൽക്സ് എന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള നല്ല മനോഹരമായ ടീഷർട്ട്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതേ കുട്ടികളൊക്കെ ടീഷർട്ട്സ് വാങ്ങിച്ചിട്ട് അത് ഇടുന്നതിന് വേണ്ടിയിട്ട് മുകളിലോട്ട് കയറി പോകുന്നതാണ് കേട്ടോ നിങ്ങൾ നേരത്തെ കണ്ടത്. എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഈ ഒരു മാരത്തോൺ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജോസഫൈൻ മാമിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സൂംബ സെഷനൊക്കെ ഉണ്ട്. ഒക്കെ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇത് വന്നിട്ട് ഈ ഒരു പ്രോഗ്രാം നേരിട്ട് വന്ന് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ മാം ഇവിടെ വന്നിട്ടുണ്ട്. അയ്യോ, എന്തൊരു പാവം മാം ആണെന്ന് അറിയാവോ. നമ്മുടെ ബിജു സാർ വന്നിട്ട് മാമിനെ വെൽക്കം ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ റീജിയണൽ സർ ഒക്കെ ഇവിടെ വരുന്നുണ്ട് മാമിനെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ബിജു സാർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ എല്ലാവരും ഇവിടെ ഒരു പുഞ്ചിരിയോടുകൂടി നിന്നുകൊണ്ട് വളരെ എനർജറ്റിക്കായിട്ട് ഈ ഒരു പ്രോഗ്രാം വളരെ നല്ല രീതിയിലാണ് കേട്ടോ എല്ലാവരെയും ഓരോ കാര്യങ്ങളും നടത്തുന്നത്. ഇവിടെ വെച്ചിട്ട് ഞാനൊരു ആൻറ്റീനെ പരിചയപ്പെട്ടിട്ടുണ്ട്. 56 വയസ്സാണ് കേട്ടോ ആൻറ്റിക്ക് ഉള്ളത്. പക്ഷേ ഫുൾ എനർജറ്റിക് ആണ്. അപ്പോൾ ഞാൻ അത്രയും എനർജറ്റിക് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ പരിചയപ്പെട്ടതാണ് ആൻറ്റീനെ. അപ്പോൾ ആൻറ്റി അംഗനവാടി ടീച്ചറും കൂടിയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ആൻറ്റി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോഴത്തേക്ക്. പറഞ്ഞു ആൻറ്റിയുടെ ആ ഒരു എൻ്റെ വീട് ഇതിന് തൊട്ട് താഴെയാണുള്ളത്. ഞാൻ ചെറുതിലെ തന്നെ സ്പോർട്സ് ആർട്സിലെല്ലാം ചേരുന്നുണ്ട്. ഞാനൊരു അങ്കണവാടി ടീച്ചറാണ്. അപ്പോൾ ഇത് വാട്സാപ്പിൽ കാണുകയും ഞാൻ ഉടനെ തന്നെ അതിൽ ഇത് അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർ വയസ്സ് ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ എന്നിങ്ങനെ പറഞ്ഞു. എങ്കിലും
എന്താണ് നീളക്കുറവ് കൊണ്ട് എനിക്ക് അത്രയും വയസ്സ് തോന്നിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചു ഫോണിലൂടെ. എങ്കിലും വലിയ സന്തോഷമുണ്ട്. ഞാൻ കളിച്ചു വളർന്ന സ്ഥലത്താണ് കല്യാൺ സിൽക്സ് നിൽക്കുന്നത്. എൻ്റെ വീട് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു ആൻറ്റീനെയാണ് കേട്ടോ ഞാൻ പരിചയപ്പെട്ടത്. ഇനി ഇതേ ഇവിടുത്തെ മാരത്തോൺ കഴിയുമ്പോൾ കണ്ട ഇവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അത് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നുള്ളത്. ശരിക്കും അടിപൊളി തന്നെയാണല്ലേ നമ്മുടെ കല്യാൺ സിൽക്സ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേ സൂംബ സെഷനൊക്കെ ഇവിടെ സ്റ്റാർട്ട് ആവാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇവിടുത്തെ പ്രോഗ്രാംസ് കണ്ടു തുടങ്ങാം. സോ സ്റ്റാർട്ട് ആക്കാം. നമുക്ക് കുറച്ച് എനർജറ്റിക് ആയിട്ട് വാം അപ്പ് ഒക്കെ ചെയ്ത് മാരത്തോണിലേക്ക് കടക്കാം. വാം അപ്പ് സെഷൻ എല്ലാവരും മത്സരത്തിന് റെഡിയാണല്ലോ. അപ്പൊ നമുക്ക് അതിന് മുന്നേ ഒരു വാം അപ്പ് സെഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും എനർജറ്റിക് ആയിട്ട് ചെയ്തോണം. നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവർക്കും ഫസ്റ്റ് കിട്ടത്തില്ല എങ്കിൽ പോലും നിങ്ങളുടെ മാക്സിമം നിങ്ങൾ കാണിക്കണം. എങ്ങനെ പെർഫോമൻസ്? ഓക്കെ, റെഡി? നമുക്ക് വാം അപ്പിലോട്ട് പോവാം. ഓക്കെ, സോ ബിഫോർ ദാറ്റ് അറിയിച്ചുകൊണ്ട് അവരെ കൂടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. And also requesting Srijit sir, Regional Manager, Kalyan Silks, onto the stage please. Also requesting Cynthia Anil, J3 Beauty Launch Makeup Artist and Stylist ആണ്. Sin Lavanya Mahit, Day Wolf Fitness, Kadapakada. And finally Nespa Vlogs, Social Media Influencer ആണ്. അപ്പോൾ എല്ലാവരും തന്നെ വേദിയിലേക്ക് വരാനാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരും ഈ ഒരു വേദിയിലേക്ക് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ SHO ശ്രീ അനിൽകുമാർ സാറിന് ഈ ഒരു ബുക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. ആൻഡ് നമ്മുടെ RBC കൊല്ലം ടീമിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സിന് ഒരു ബുക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് സർ ഒരു സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് അറിയിക്കുകയാണ്. ആൻഡ് റിക്വസ്റ്റിംഗ് ശ്രീ ശ്രീജിത്ത് സർ, റീജിയണൽ മാനേജർ, കല്യാൺ സിൽക്സ്, അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ആൻഡ് നമ്മുടെ സെന്റ് ജോസഫ് ആൻഡ് ജോർജ് കരുതൽ സൂംബ യോഗ ആൻഡ് കരാട്ടെ സെന്റർ മാഡത്തിന് ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു ബുക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഓൾസോ ജെസ്സി അനിൽ മാം, J3 ബ്യൂട്ടി ലോഞ്ച് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് സ്റ്റൈലിസ്റ്റ് ആണ്. മാം റിക്വസ്റ്റിംഗ് ആൻഡ് പ്ലീസ് കം ടു ദ സ്റ്റേജ് ആൻഡ് റിസീവ് ദിസ് ബുക്ക്. ആൻഡ് Sin Lavanya Mahit, D Wolf Fitness, Kadapakada, മാഡത്തിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്.
ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യാണ്. നമ്മുടെ അങ്ങനെ വിമൻസ് ഡേ നമ്മൾ ആഘോഷിക്കാൻ പോവാണ് അല്ലേ. ആൻഡ് ഫൈനലി നെസ്ഫ വ്ലോഗ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. താങ്ക് യു സോ മച്ച് മാം, ഇവിടെ എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ കാത്തിരുന്ന വാക്കുകളിലേക്ക് പോവുകയാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് നെസ്ഫ മാം. ആൻഡ് വളരെ ഏറെ ബഹുമാനത്തോടു കൂടി ഇതിന്റെ ഫ്ലാഗ് ഓഫിന് മുന്നോടിയായിട്ട് നമ്മളോട് 2 വാക്ക് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട നമ്മുടെ കൊല്ലം മേയർ ശ്രീമതി ഹണി ബെഞ്ചമിൻ മാമിനെ ക്ഷണിക്കുകയാണ്. ഏറെ ബഹുമാന്യനായ കൊല്ലം ഈസ്റ്റ് CI ശ്രീ അനിൽകുമാർ സർ, കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെ റീജിയണൽ മാനേജർ ശ്രീജിത്ത്, ഈ വേദിയിലും സദസ്സിലും പങ്കെടുത്തിരിക്കുന്ന ബഹുമാന്യന്, പ്രിയമുള്ള സഹോദരിമാരെ, ആദ്യമേ തന്നെ വിമൻസ് ഡേയുടെ എല്ലാവിധമായ ആശംസകളും നേരുന്നു. എനിക്ക് തോന്നുന്നു കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കല്യാണം ഇത്തരത്തിൽ വനിതാ ദിനം വനിതകളുടെ ഒരു ദിനമായി ആചരിച്ചതിന് ശേഷം, ആ ദിനം പ്രഖ്യാപിച്ചതിന് ശേഷം സ്ത്രീകൾക്കായി ഒരു ദിനം ഏറ്റെടുക്കാൻ കല്യാൺ സിൽക്സും ഹൈപ്പർ മാർക്കറ്റും മുൻകൈയെടുത്തതിൽ അതീവ സന്തോഷമുണ്ട്. ഈ അവസരത്തിനെ ഞാൻ കല്യാൺ ഗ്രൂപ്പിനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ SHO ശ്രീ അനിൽകുമാർ സാറിനെ ഏറെ ബഹുമാനത്തോടു കൂടി 2 വാക്ക് സംസാരിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. എല്ലാവർക്കും നമസ്കാരം. ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കൊല്ലത്തിൻ്റെ ഏറ്റവും ആദരണീയയായ നമ്മുടെ കൊല്ലം മേയർ ശ്രീ ഹണി ബെഞ്ചമിൻ മാഡം അവർ, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ റീജിയണൽ ഹെഡ് ശ്രീ ശ്രീജിത്ത്, അതുപോലെ തന്നെ സെനിത്ത് സുരേഷ്, ഇതിൻ്റെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഈ വനിതാ ദിന ആശംസകൾ നേരുന്നു. നമുക്കറിയാം കൊല്ലം ടൗണിലെ ഒരു വെയർ ഹൗസ് അല്ലേ, നമ്മുടെ മാഡത്തിൻ്റെ വാർഡൂടെയാണ്. അവിടെ ഒരു വെളിച്ചം വീശിയ വെളിച്ചമാണ് കല്യാണം. അവിടെ നിന്നുകൊണ്ട് ഈ വനിതാ ദിനം എന്ന് പറയുമ്പോൾ അത് എല്ലാവരുടെയും കൂടെ ദിനമാണ്. വനിതകളില്ലെങ്കിൽ പുരുഷനുണ്ട്, വനിതയുണ്ടെങ്കിലേ പുരുഷനുള്ളൂ. അതുകൊണ്ട് വനിതാ ദിനം എന്ന് പറയുന്നത് എല്ലാവരുടെയും ദിനമാണ്. നമ്മുടെ അമ്മയുടെയും പെങ്ങളുടെയും സഹോദരിയുടെയും മക്കളുടെയും ഒക്കെ ദിനമാണ്. അത് നമ്മളുടെ എല്ലാവരുടെയും ദിനമാണ്. അത് ഇത്ര കളർഫുള്ളാക്കി മാറ്റിയ നമ്മുടെ കല്യാണിന്റെ മാനേജർ ബിജു, പേരെടുത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത്രയേറെ ആഘോഷങ്ങൾ കൊല്ലം ടൗണില് ഇത്രയേറെ കളർഫുള്ളായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു മികച്ച PR ആണ് ശ്രീ ബിജു. അതുപോലെ തന്നെ ഇതിന്റെ പിന്നിലുള്ള മുഴുവൻ പ്രയാതാക്കൾക്കും എന്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സാർ. ഇനി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലാഗ് ഓഫ് സെറമണിയാണ്. സാറ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ഡിസ്ട്രിക്റ്റ് ഇത്രയും കളർഫുൾ ആയിട്ട് ഇത്രയും അടിപൊളിയായിട്ട് നമ്മുടെ വിമൻസ് ഡേ ആഘോഷിക്കുന്നുണ്ട് എന്ന്. അതിന് നമ്മുടെ കൊല്ലംകാരുടെ പ്രത്യേക നന്ദിയും സ്നേഹവും RBC കൊല്ലത്തിനും കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റിനും നന്ദി അറിയിക്കുകയാണ്. സോ ദാ ഫ്ലാഗ് ഓഫ് ഇവിടെ നടക്കാൻ പോവുകയാണ്. എല്ലാവരും പാർട്ണർ റെഡി ആയിട്ടിരിക്കുക. അപ്പൊ ഇനി ആരാണ് വിജയി എന്ന് ഉള്ളത് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യ ചിഹ്നമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. എന്നാലും ഒരു വിജയിയെ കണ്ടുപിടിക്കുക എന്നതിലുപരി നേരത്തെ ഇപ്പൊ മാഡം പറഞ്ഞ പോലെ തന്നെ ലഹരിക്കെതിരായിട്ടും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരായിട്ടും നമ്മൾ ഒരു മനസ്സോടുകൂടി കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു അപ്പോൾ ദേ നമ്മുടെ മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ബിജു സാർ, അതുപോലെ റീജിയണൽ മാനേജർ സാർ ഒക്കെ ഒരു പുഞ്ചിരിയോടുകൂടി ദേ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ഹണി ബെഞ്ചമിൻ മാം ദേ ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോഴത്തേക്ക് കുട്ടികളെല്ലാവരും, അതായത് വന്നു ചേർന്നിട്ടുള്ള എല്ലാവരും തന്നെ ദേ ഓടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആരായിരിക്കും വിൻ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ. ഇത്രയും പേരുടെ കൂട്ടത്തിൽ നിന്നും ഏത് സുന്ദരി കുട്ടിയാണ് മുന്നിൽ വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ. സോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ, നമുക്ക് കാണാം എന്തൊക്കെയാണോ എന്നുള്ളത്. അതോടൊപ്പം ഇവർക്ക് എന്താണ് ഗിഫ്റ്റ് കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. സോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ ഇതേ കുട്ടികളൊക്കെ നല്ല സ്മാർട്ടായിട്ട് അടിപൊളിയായിട്ട്, കുട്ടികളാണെന്നുണ്ടെങ്കിലും വെൽഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ദേ നല്ല സ്മാർട്ടായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ആരാണ് വിൻ ചെയ്യുന്നതെന്നുള്ളത്. നിങ്ങൾ നോക്കിക്കേ എന്തുമാത്രം പേരാണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു കൊല്ലത്തിൻ്റെ ഈ ഒരു മാരത്തോൺ ഇത്രയധികം വിജയമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എത്ര സുന്ദരി കുട്ടികളും നല്ല സുന്ദരി അമ്മമാരും ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കോളൂ. അടിപൊളിയല്ലേ ഇത്രയും ആൾക്കാർ വന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയണത്. അയ്യോ അടിപൊളി തന്നെയാണ്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഫീൽ ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് വിൻ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ ദേ ഹണി ബെഞ്ചമിൻ മാമിൻ്റെ കൂടെ ഉണ്ട്.
അയ്യോ എന്ത് സ്വീറ്റ് മാം ആണെന്ന് അറിയാവോ. ഓക്കെ ഓക്കെ, ദേ നമ്മുടെ കുട്ടികളൊക്കെ ദേ ഓടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ആരാണ് ഇത്രയും പേരുടെ കൂട്ടത്തിൽ വന്നിട്ട് ഫസ്റ്റ് മേടിക്കുന്ന മിടുക്കി ആരാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ. വെയിറ്റ് ചെയ്തോളൂ. ദേ വരുന്നുണ്ട്, ദേ എല്ലാവരും ഓടിപ്പോയി നോക്കുന്നുണ്ട് ആരാണ് ഫസ്റ്റ് വരുന്നതെന്നുള്ളത്. നമുക്ക് നോക്കാവേ, ഞാനും വെയിറ്റ് ചെയ്യുകയാണ് ഏത് സുന്ദരിക്കുട്ടിയാണ് ആദ്യം ഓടി വരുന്നതെന്നുള്ളത്. നമുക്ക് നോക്കാം ആരാണ് എന്നുള്ളത്. ഒരു ക്യൂട്ട് മോളൂട്ടിയാണ് കേട്ടോ. വെയിറ്റ് ചെയ്തു, ദേ വന്നിട്ടുണ്ട്. അപ്പോൾ കൺഗ്രാറ്റ്സ് മോളൂട്ടി, അടിപൊളിയായിട്ട് അവളാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ ദേ അവൾ മെഡലൊക്കെ ഇട്ട് ദേ സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി ബാക്കിയുള്ളവർ കാണണ്ടേ ഇനി ആരൊക്കെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ദേ എല്ലാവരും ദേ വന്ന് ചേർന്നിട്ടുണ്ട് ഇവിടെ. ഓരോരുത്തരായിട്ട് ദേ ഓടി ഓടി വന്ന് കണ്ടില്ലേ അവരവരുടെ മെഡൽസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇനി ഇവർക്കുള്ള ഗിഫ്റ്റും ഒക്കെ, അതായത് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസിനൊക്കെയുള്ള ഗിഫ്റ്റ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പം എല്ലാ ഓടി വന്നവരെയൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല, വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ദേ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഒരു നല്ലൊരു സൂപ്പർ ചെണ്ടമേളമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കല്യാണിലെ സ്റ്റാഫ്സൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ചെണ്ടമേളത്തിനൊപ്പം. അപ്പം ഇവരുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ നമുക്കും ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിക്കും. ഈ കൊല്ലത്ത് ഇങ്ങനത്തെ ഒരു ടെക്സ്റ്റൈൽസിൽ ഇത്രയധികം സന്തോഷമായിട്ട് എൻജോയ് ചെയ്യുന്ന നല്ലൊരു മൊമെൻറ്റ് തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു വുമൻസ് ഡേ. അതുമാത്രമല്ല കേട്ടോ, ഇവിടെ വുമൻസ് ഡേയിൽ അടിപൊളി ഫുഡ് ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്നും കൂടി നമുക്ക് കാണാവേ. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ നിന്ന് സെൽഫി എടുക്കുന്നുണ്ട്. ഞാനിനി ഫുഡിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നല്ല പൂ പോലത്തെ ഇഡ്ഡലി, നല്ല ചമ്മന്തിക്കറി, നല്ല സാമ്പാർ, നല്ല പുഴുങ്ങിയ മുട്ട, ഏതൊക്കെ പുഴുങ്ങിയത് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കല്യാൺ സിൽക്സ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. എന്താ നല്ല അടിപൊളിയായിരുന്നു എന്നറിയാം. കുട്ടികളുടെ ആ ഒരു ഹാപ്പിനെസ് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി ഇവിടുത്തെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കാണാല്ലേ നമുക്ക്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം തൊട്ട് ക്ലോസ് ചെയ്യുന്ന ടൈം വരെ നമുക്കൊരു മെഹന്തി ഫെസ്റ്റ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ മെഹന്തി ഒക്കെ കയ്യിൽ ഇടാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുക. സോ വൺസ് അഗെയിൻ നമ്മുടെ RBC കൊല്ലം ആൻഡ് കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റിന് ഒരു വലിയ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പാട്ടിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഹോസ്പിറ്റൽ, നേഴ്സിംഗ് സ്കൂള്, യൂണിസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ശ്രീനാരായണ കോളേജ് കൊല്ലം, ശ്രീനാരായണ വനിതാ കോളേജ് കൊല്ലം, സ്പോർട്സ് കൗൺസിൽ, സോഴ്സ് ഓഫ് കൊല്ലം, RBC കൊല്ലം, അതോടൊപ്പം തന്നെ കല്യാൺ സിൽക്സിൻ്റെ ഇവിടുത്തെ കുടുംബാംഗങ്ങൾ ഓരോ ജീവനക്കാരും, അതോടൊപ്പം തന്നെ അല്ലാതെ തന്നെ പല ക്ലബ്ബുകളിൽ നിന്നും എത്തിയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ഈ സംരംഭം വിജയകരമാക്കുവാൻ അവർ ഒരുപാട് പ്രയത്നിച്ചു. ശ്രീനാരായണ ടെക്നോളജി വടക്കേവിള അവിടുന്ന് ഇനി പിന്നെ ഇവിടെ ഒരു അടിച്ചു പൊളിയായിരുന്നു കേട്ടോ. മ്യൂസിക്കൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഇവിടെ വന്ന കുട്ടികൾ, കല്യാൺ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാം ആയിട്ട് ചേർന്നിട്ടുള്ള അടിപൊളി ഡാൻസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് പ്രൈസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ചേർന്ന് ഒരുക്കിയിട്ടുള്ള ഈ ഒരു ഗംഭീരമായിട്ടുള്ള മാരത്തോൺ, ഒരു റേസ് എന്നതിലുപരി, മാരത്തോൺ എന്നതിലുപരി ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നി ഇത്രയധികം അടിപൊളിയായിട്ട് വിമൻസ് ഡേ ആഘോഷിച്ച വേറെ ഒരു ഡിസ്ട്രിക്റ്റ് ആരും കാണത്തില്ല കേട്ടോ. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. കൂടിപ്പോയാൽ അവർ ഇതുപോലെ മാരത്തോൺ റേസ് വരുന്നു, കഴിയുന്നു, സമ്മാനം കൊണ്ട് പോകുന്നു. ഇങ്ങനെ പാട്ടും ഡാൻസ്, ചില സമ്മാനങ്ങൾ 1-2 പേര് ഒരുമിച്ചൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള സമ്മാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതേതൊക്കെയാണെന്നൊക്കെ ഞാൻ അനൗൺസ് ചെയ്യാം. ഫസ്റ്റ് നമ്മളിവിടെ അനൗൺസ് ചെയ്യുന്നത് എൽഡർ കാറ്റഗറി ആണ്. എൽഡർ കാറ്റഗറിയിൽ നിന്നും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് ചെസ് നമ്പർ 10012 ശ്രീഷ. On to the stage please. First prize എൽഡർ കാറ്റഗറിയിൽ നിന്നും ശ്രീനാരായണ വനിതാ കോളേജ്. ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ശ്രീഷ. നല്ലൊരു കൈയടി. ഫസ്റ്റ് പ്രൈസ് 5000 rupees ഗിഫ്റ്റ് വൗച്ചർ
എല്ലാവർക്കും വേണ്ടി കൈയടിക്കുക, ബഹളം ഉണ്ടാക്കുക. ഇത് നമ്മുടെ വിന്നർ ആണ് ഓൺ സ്റ്റേജിൽ നമ്മളോടൊപ്പം ഉള്ളത്. കൺഗ്രാജുലേഷൻസ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഒരു വലിയ ഓക്കെ. നന്ദനയ്ക്കാണ് സെക്കൻഡ് പ്രൈസ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സെപ്റ്റംബർ 10037 rupees 3000 ഗിഫ്റ്റ് വൗച്ചറാണ് സമ്മാനമായിട്ട് കിട്ടുന്നത്. സോ കൺഗ്രാജുലേഷൻസ് നന്ദന. ആൻഡ് ഫൈനലി നമ്മുടെ എഡ കാറ്റഗറിയിലെ തേർഡ് പ്രൈസ് ഷെയർ ചെയ്തിട്ടുള്ളത് 3 പേരാണ് കേട്ടോ. 3 പേരും ഒരേപോലെ ലെവലിലാണ് വന്നിട്ടുള്ളത്. ചെസ് നമ്പർ 10016 മിസ്ന, ചെസ് നമ്പർ 10015 സ്റ്റെമി, ചെസ് നമ്പർ 10013 ബിനീറ്റ. ഇവർ 3 പേരും ചേർന്നിട്ടാണ് നമ്മുടെ തേർഡ് പ്രൈസ് rupees 2000 ഗിഫ്റ്റ് വൗച്ചർ ഇവിടെ ഷെയർ ചെയ്യുന്നത്. സ്പോർട്സ് കൗൺസിലിൽ നിന്നാണ് കേട്ടോ ഇവരെത്തിയിട്ടുള്ളത്. ഒരാള് വിമൻസ് കോളേജിൽ നിന്നും ഒരാള് SN നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ തേർഡ് പ്രൈസ് എന്ന് പറയുന്നത് rupees 2000 ഗിഫ്റ്റ് വൗച്ചർ ആണ് ഇവര് 3 പേരും ചേർന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ കൺഗ്രാജുലേഷൻ. സോ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് പ്രൈസ് വിന്നേഴ്സിന് മേക്ക് മൈ ഓൺ പെർഫ്യൂമിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൂടെ ഈ അവസരത്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എവിടെ കിട്ടുകൊണ്ട് എന്തോരം സമ്മാനങ്ങളാ, മെഡല്, സർട്ടിഫിക്കറ്റ്, പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കും വിന്നർ ആയവർക്കും എന്താ ഗിഫ്റ്റ് വൗച്ചേഴ്സ്, മെഡല്, സർട്ടിഫിക്കറ്റ്, നല്ല അടിപൊളിയായിട്ടുള്ള രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, ഡാൻസ്, പാട്ട്, സൂപ്പ് ഒക്കെ ആയിട്ട് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. മേക്ക് മൈ ഓൺ പെർഫ്യൂമിന്റെ മേക്ക് യുവർ ഓൺ പെർഫ്യൂമിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൂടെ ഈ ഒരു അവസരത്തിൽ നമ്മുടെ വിനോദിനെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. മയോബിയെ കുറിച്ച് ഞാനൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യം തരേണ്ടതുണ്ടെന്ന് തോന്നുന്നില്ല അല്ലെ? എല്ലാവരുടെയും യങ്ങ കാറ്റഗറിയിലേക്ക് പോകാൻ പോവുകയാണ്. അതിന്റെ ആയിട്ടുള്ള മയോബിയിൽ നിന്നുള്ള ഒരു സ്നേഹ സമ്മാനം ഈ ഒരു അവസരത്തിൽ അത് കേട്ടപ്പോൾ ആർമിസിക്കാർക്ക് ഒരു പ്രത്യേക സന്തോഷം. ഓക്കെ, അപ്പൊ ശിവ ചേച്ചി ഒരുപാട് സ്നേഹത്തോടുകൂടി കൺഗ്രാജുലേഷൻസ്. ശിവ ചേച്ചിക്ക് കിട്ടുന്നത് 5000 റുപ്പീസിന്റെ ഗിഫ്റ്റ് വൗച്ചർ ആണ്. നല്ലൊരു കാര്യം എടുക്കണം കേട്ടോ. ഫ്രം RBC കൊല്ലം. ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു RBC കൊല്ലവും കല്യാൺ 3000 ഗിഫ്റ്റ് വൗച്ചർ നേടിയിട്ടുള്ള സൽമ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് വൗച്ചറും അതോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ്സും ഗിഫ്റ്റ് വൗച്ചറും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. സോ കൺഗ്രാജുലേഷൻ സൽമ ചേച്ചി. ആൻഡ് നമ്മുടെ തേർഡ് പ്രൈസ് യങ്ങർ കാറ്റഗറിയിലെ തേർഡ് പ്രൈസ് ഷെയർ ചെയ്തിട്ടുള്ളത് 2 പേരാണ്. നെക്സ്റ്റ് കാറ്റഗറി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കാറ്റഗറി ആക്ച്വലി എൽഡ കാറ്റഗറിയാണ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞ യങ്ങർ കാറ്റഗറി ആയിരുന്നു. നമുക്ക് ഇവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കാറ്റഗറിയിൽ നിന്നും ഇതിനെ ഓടി തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. സോ കൺഗ്രാജുലേഷൻസ്. തേർഡ് പ്രൈസ് 2000 റുപ്പീസിന്റെ ഗിഫ്റ്റ് വൗച്ചറാണ് ദീപ ചേച്ചി ആൻഡ് രജനി ചേച്ചി ചേർന്ന് ഇവിടെ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും അവരുടേതായിട്ടുള്ള മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ കോമ്പറ്റീഷനിൽ നമുക്ക് വിന്നേഴ്സിനെ 1, 2, 3 പേര് മാത്രമേ സെലക്ട് ചെയ്യാനുള്ളത്. RBC കൊല്ലത്തിനും കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റിനും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ RBC ടീമിന് മൊമെന്റോ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. നമുക്ക് പാട്ട് പാടി തന്ന സുരേഷ് ചേട്ടൻ ഉണ്ട്. എല്ലാവർക്കും മെമെന്റോസ് ഈ ഒരു അവസരത്തിൽ ഹാൻഡ് ഓവർ ചെയ്യാണ്. എസ്പെഷ്യലി ഈ ഒരു അവസരത്തിൽ ഒരു സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ സുംബ ട്രെയിനേഴ്സിനും കൂടെ അറിയിക്കുകയാണ് കേട്ടോ. RBC കൊല്ലം ടീം എല്ലാവരും തന്നെ സ്റ്റേജിലുണ്ട്. അവർക്ക് ഈ ഒരു മെമെന്റോസ് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഇതേ അവസരത്തിൽ തന്നെ നമ്മുടെ കൽപ്പറ്റയിലുള്ള കല്യാൺ സിൽക്സിന്റെ റീ ഓപ്പണിങ്ങും കല്യാൺ സിൽക്സിന്റെ ഓൺ ബ്രാൻഡ് ആയിട്ടുള്ള ഫെസിയുടെ ഓപ്പണിങ്ങും വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ വിമൻസ് ഡേ നടക്കുന്നത് എന്നുള്ള വിവരം കൂടി രാജ്യത്ത് അറിയിക്കുകയാണ് കേട്ടോ. And yes, ready, make some noise. Ready, 1, 2, 3, start. Thank you so much. Okay, അപ്പൊ നമുക്കിനി ഇതേ അവസരത്തിൽ തന്നെ നമ്മുടെ കൽപ്പറ്റയിലുള്ള കല്യാൺ സിൽക്സിന്റെ റീ ഓപ്പണിങ്ങും കല്യാൺ സിൽക്സിന്റെ ഓൺ ബ്രാൻഡ് ആയിട്ടുള്ള ഫെസിയുടെ ഓപ്പണിങ്ങും വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ വിമൻസ് ഡേ നടക്കുന്നത് എന്നുള്ള വിവരം കൂടി രാജ്യത്ത് അറിയിക്കുകയാണ് കേട്ടോ. And yes, ready, make some noise. Ready, 1, 2, 3, start. Thank you so much. Okay, അപ്പൊ നമുക്കിനി ശ്രീനാരായണ കോളേജ് ഓഫ് ടെക്നോളജി. യെസ്, സോ അവർക്ക് നല്ലൊരു കയ്യടി നമുക്ക് കൊടുക്കാവുന്നതാണ്.
താങ്ക് യു സോ മച്ച് മാം, താങ്ക് യു. ബാക്കിയുള്ളവർക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാനുള്ള ആൾക്കാർ എല്ലാവർക്കും കളക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റേജിന്റെ റൈറ്റ് സൈഡ്, അതായത് ഓൺ യുവർ ലെഫ്റ്റ് സൈഡ്, നിങ്ങൾ നിൽക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആകുന്നവരെ ഉണ്ടാകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ കൈൻഡ്ലി പ്ലീസ് ബി സീറ്റഡ്. കുറച്ച് പേര് സ്റ്റാൻഡ് ചെയ്യുക. യെസ്, അപ്പോൾ പെട്ടെന്ന് ഫോട്ടോസ് എടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ടീമിനെ സ്റ്റേജിലേക്ക് ഒരുക്കിയിട്ടുള്ള മാരത്തോൺ 2025 അതിൻ്റെ ഒരു ഏകദേശം. താങ്ക് യു സോ മച്ച് ലീസ, താങ്ക് യു സോ മച്ച് അയ്യൂർ. സോ നെക്സ്റ്റ് റിക്വസ്റ്റിംഗ് ഡോക്ടർ നായർ സ്കൂൾ ഓഫ് നഴ്സിംഗ്. ഡോക്ടർ നായർ സ്കൂൾ ഓഫ് നഴ്സിംഗ്. അവര് ചെറിയ ടീമാണെങ്കിലും അവരുടെ നോയ്സ് തന്നെ കുറച്ച് ഇതായിട്ട് നിൽക്കും അല്ലേ? അപ്പോൾ മേക്ക് സം നോയ്സ് ലേഡീസ് ഫോർ ദ വീഡിയോ. അടുത്തതായിട്ട് കൂൾ ഡൗൺ ഒക്കെ തന്ന നമ്മളെ എല്ലാ രീതിയിലും മെന്റലി ആൻഡ് ഫിസിക്കലി സപ്പോർട്ട് ചെയ്ത് എൻ്റെ ടീമിന്, സുമ ടീമിനെ നമ്മൾ ഈ മെമെന്റോ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അടുത്തതായിട്ട് ആത്മാർത്ഥമായി ഈ സംരംഭം വിജയിപ്പിച്ച, അതായത് ഇന്ന് രാവിലെ ആൾക്കാർ കൂടുതൽ പേര് വരുന്നതുകൊണ്ട് ടീഷർട്ട് നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വേണ്ടതുകൊണ്ട് ഇന്ന് വെളുപ്പിലെ 6 മണിക്കും ടീഷർട്ട് ഇവിടെ ഇറക്കിയ ബിജു സാറിന് പ്രത്യേകം ഒരു കൈയടി കൊടുക്കണം. കാരണം ഇത് വൻ വിജയമാക്കി തീർത്തതാണ് ബിജു സാറ്. അതുകൊണ്ട് ഞങ്ങളുടെ RBC ക്ലബിൻ്റെ വകയായിട്ടുള്ള ഒരു ചെറിയ ഉപഹാരം കൊടുക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി കൊടുക്കുകയാണ്. ബിജു സാറ്, ഷിബു സാറ്, ശ്രീ സാറ് എല്ലാവരും കൂടെ അടുത്തതായിട്ട് ഉറക്കം ഒളിച്ചിരുന്നു ഇന്നലെ താങ്ക് യു. എനിക്ക് ഒരുപാട് പേരുണ്ട്. സ്പെഷ്യൽ താങ്ക്സ് ടു നമ്മുടെ RBC കൊല്ലം, കല്യാൺ സിൽക്സ് ആൻഡ് ഹൈപ്പർ മാർക്കിന്റെ ഓരോ മെമ്പേഴ്സിനും, പിന്നെ എല്ലാവർക്കും ആരുടെങ്കിലും പേര് എടുത്തു പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റ്സ് ആൻഡ് സൗണ്ട് ടീം ആണെങ്കിലും നമ്മുടെ കാറ്ററിംഗ്, എല്ലാവർക്കും ഒരു അടിപൊളി താങ്ക്സ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് അറിയിക്കുകയാണ്. ഞാൻ 56 വയസ്സുള്ള ഒരു എൽഡറാണ്. അപ്പോൾ ഹണി മേഡത്തിന്റെ കേരളത്തിലാണ് ഞാനിവിടെ വന്നത്. ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കും. എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഇവിടെ വന്നിരിക്കുന്നവർക്കൊക്കെ അടിച്ച് പൊളിക്കാനായിട്ട് ഇവിടെ മ്യൂസിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഈ മ്യൂസിക് ഇട്ട് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റാതായി പോകുന്നത്. അടിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു നിൽക്കുന്ന നമുക്ക് വരെ അവരുടെ കൂടെ നിന്ന് ഡാൻസ് കളിക്കാൻ തോന്നും. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഡാൻസ് കളിക്കാമായിരുന്നു. അത്രയധികം എൻജോയബിൾ ആയിട്ട് ഈ ഒരു വുമൻസ് ഡേ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു അടിച്ച് പൊളി പാട്ടൊക്കെ ഇട്ടും കൊണ്ട് കുട്ടികൾ കിടന്ന് അടിച്ചങ്ങ് പൊളിക്കുന്നത് ോ നിങ്ങൾ. കല്യാൺ സിൽക്കിൻ്റെ സ്റ്റാഫ് അംഗങ്ങളും ഒക്കെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. എവിടെ കിട്ടുമല്ലേ ഇങ്ങനെയുള്ള ഒരു ഫ്രീഡം ഒക്കെ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി വുമൻസ് ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഇത് മിസ്സാക്കിയവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുമ്പോൾ കല്യാൺ സിൽക്സിലേക്ക് ഓടി വന്നോളൂ. കാരണം നിങ്ങളുടെ മനസ്സ് നിറയ്ക്കുന്ന ആഘോഷങ്ങളാണ് കല്യാൺ സിൽക്സ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ ഒരുക്കുന്നത്. അപ്പോൾ അത് നേരിട്ട് കണ്ട് എനിക്ക് എത്രത്തോളം മനസ്സ് നിറഞ്ഞു എന്നുള്ളത് നിങ്ങൾ ഓർത്ത് നോക്കിക്കോണം. അപ്പോൾ വൺസ് അഗെയിൻ നമ്മുടെ കല്യാൺ സിൽക്സ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന് ഒരു ബിഗ് താങ്ക്സ്. ഇത്രയധികം നല്ലൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചതിന്. സോ അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇവിടെ വന്ന ഓരോരുത്തരുടെയും മനസ്സ് നിറഞ്ഞിട്ട് തന്നെയായിരിക്കും ഈ ഒരു കല്യാൺ സിൽക്സിൽ നിന്നും തിരിച്ചു പോയിട്ടുണ്ടാവുക. സോ അപ്പോൾ എല്ലാവരും കണ്ടോളൂ.
അയ്യോ അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. എൻ്റെ ബാക്കിൽ കണ്ട കുട്ടികളൊക്കെ നിന്ന് ഡാൻസ് കളിക്കുന്നത് എനിക്ക് സൗണ്ട് മ്യൂട്ടാക്കേണ്ടി വന്നതുകൊണ്ടാണ് കേട്ടോ, കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു പ്രോഗ്രാമിന് ശേഷം ഇവിടെ ഫ്രീ മെഡിക്കൽ ക്യാമ്പും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം NSS ഹോസ്പിറ്റലുമായിട്ട് ഇതായിട്ടുള്ള ഫ്രീ മെഡിക്കൽ ക്യാമ്പാണ്. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാവേ എല്ലാവർക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ കൊല്ലത്ത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ്, ഇങ്ങനെ ഒരു ഫ്രീ മെഡിക്കൽ ക്യാമ്പൊക്കെ നടത്തുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു ഇവിടുത്തെ വിമൻസ് ഡേ പ്രോഗ്രാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് കാണുന്നത് വരെ ബൈ.